Good morning. ഇന്നൊരു ട്യൂട്ടോറിയൽ സെഷനാണ്. കഴിഞ്ഞ രണ്ട് ട്യൂട്ടോറിയലിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് തന്നിരിക്കുന്ന ലോജിക് സർക്യൂട്ടിൽ നിന്ന് ബൂളിയൻ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തന്നിരിക്കുന്ന ബൂളിയൻ എക്സ്പ്രഷനെ ലോജിക് ഗേറ്റ് വെച്ചിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിന് വേണ്ട സ്റ്റെപ്പുകൾ പറയാം. നമുക്ക് തന്നിരിക്കുന്ന ലോജിക്കൽ എക്സ്പ്രഷൻ എ ബി ഓർ എ ആൻഡ് ബി ഓർ സി ഓർ ബി ആൻഡ് ബി ഓർ സി, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനനുസരിച്ചാണ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസിലൊന്നും കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല. ഇത് ജസ്റ്റ് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതായത് ചില സമയത്ത് ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഇംപ്ലിമെൻറ്റ് ദി ബൂളിയൻ എക്സ്പ്രഷൻ വിത്ത് മിനിമൽ നമ്പർ ഓഫ് ലോജിക് ഗേറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ലോജിക് എക്സ്പ്രഷനെ മിനിമൈസ് ചെയ്തിട്ട് വേണം നമ്മളത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ. വെറുതെ ജസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഇവിടെ ആദ്യം തീരുമാനിക്കേണ്ടത് ഇത് ഏത് തരം ഇക്വേഷനാണ് തന്നിരിക്കുന്നത് നോക്കുക. ഇതൊരു സം ഓഫ് പ്രൊഡക്റ്റ് ആണ് തന്നിരിക്കുന്നത്. സം ഓഫ് പ്രൊഡക്റ്റ് എന്നുള്ള രൂപത്തിലാണ്. അതായത് ഇതൊരു പ്രൊഡക്റ്റാണ്, ഇത് അടുത്ത ഒരു പ്രൊഡക്റ്റാണ്, ഇത് അടുത്തൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ തന്നിരിക്കുന്നത് സം ഓഫ് പ്രൊഡക്റ്റ് ആണ് തന്നിരിക്കുന്നത്. 3 പ്രൊഡക്റ്റ് അതിനെ സം ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഓർ പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓറിൻ്റെ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗേറ്റ് നമുക്കറിയാം, ഓർ ഗേറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനപ്പോൾ എത്ര ഇൻപുട്ട് വേണ്ടി വരും? 3 ഇൻപുട്ട് വേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവസാനമാണ് അതിൻ്റെ ആവശ്യമുള്ളത്. അപ്പോൾ ഏറ്റവും അവസാനത്തിൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? ആ ഓരോ കാര്യങ്ങൾ ജസ്റ്റ് ആദ്യത്തെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ആയതുകൊണ്ട് നമുക്കൊന്ന് എഴുതാം. ഒരു ഓർ ഗേറ്റ് വേണം. ഓർ ഗേറ്റ് എത്ര ഇൻപുട്ടാണ്? 3 ഇൻപുട്ടുള്ള ഒരു ഓർ ഗേറ്റ്. അത് ഏറ്റവും ലാസ്റ്റിൽ വേണം. ഇനി ഓരോ ടേമുകളായിട്ട് നോക്കാം. അതിലെ ഒരു ടേമാണ് എ ബിന്ന് ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ആൻഡ് ഗേറ്റ്, അതിന് ആ ആൻഡ് ഗേറ്റിന് എന്ത് വേണം? ഒരു 2 ഇൻപുട്ട്. അപ്പോൾ അടുത്തത് വേണ്ടത് ആൻഡ് ഗേറ്റ് 2 ഇൻപുട്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? എ ബി ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എ ബിക്ക് വേണ്ടിയിട്ടാണ്. ബ്രാക്കറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ എ ആൻഡ് ബി എന്നുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നമുക്ക് ആവശ്യമുള്ളത്. ഇനി അടുത്തത് എ ആൻഡ് ബി ഓർ സി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആൻഡ് ഗേറ്റ് വേണം. അപ്പോൾ നമ്മൾ അടുത്ത ആൻഡ് ഗേറ്റ് വേണ്ടത് എത്ര ഇൻപുട്ട് തന്നെയാണ്? 2 ഇൻപുട്ട്. കാരണം ബി ഓർ സി എന്നുള്ളത് ഒരൊറ്റ ടേമായിട്ട് കണക്കാക്കുക. എ എന്നുള്ളത് ഇപ്പോൾ ഈ ആൻഡ് ഗേറ്റിലേക്ക് 2 ഇൻപുട്ടാണ്.
ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് എ ആയിരിക്കും, ഒരു ഇൻപുട്ട് ഇവിടെ നോക്കണം ബി ഓർ സി ആണ്. നമുക്കൊരിക്കലും ബി ഓർ സി എന്ന് ഒന്നിച്ച് കൊടുക്കാൻ പറ്റില്ല. ബി ഓർ സി എന്നുള്ളത് ഒരു ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ അത് അടുത്തതിൽ നമ്മൾ പറയും. അപ്പോൾ ഇവിടെ നമ്മൾ എ ആൻഡ് ബി ഓർ സി അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ആൻഡ് ഗേറ്റ് വേണം. അടുത്ത ആൻഡ് ഗേറ്റ് 2 ഇൻപുട്ട് തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ബി ആൻഡ് ബി ഓർ സി ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ആൻഡ് ഗേറ്റ്. ഓക്കെ, ഇനി ഇതിലേക്ക് കാരണം ബി ആൻഡ് സി എന്നുള്ള ഇൻപുട്ട് ഇവിടെ ഒരു ബി ആൻഡ് സി വരുന്നുണ്ട്, ഇവിടെ ഒരു ബി ആൻഡ് സി തന്നെ വരുന്നത്. ഇത് രണ്ടിലും കോമൺ ആയതുകൊണ്ട് നമുക്ക് ആ രണ്ട് ബി ആൻഡ് സി വേണ്ടിയിട്ട് ഒരു ഓർ ഗേറ്റ് യൂസ് ചെയ്താൽ മതിയാവും. ഓർ ഗേറ്റ് അത് 2 ഇൻപുട്ടാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ബി ഓർ സി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ആദ്യം ഈ ഗേറ്റുകൾ മാത്രം നമുക്കൊന്ന് വരച്ച് നോക്കാം. ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ഏറ്റവും അവസാനത്തെ, അതായത് 3 ഇൻപുട്ടുള്ള എന്ത് വരയ്ക്കണം? ഒരു ഓർ ഗേറ്റ് വരയ്ക്കണം. 3 ഇൻപുട്ടുള്ള ഒരു ഓർ ഗേറ്റ്. ഓക്കെ, അതിന് 3 ഇൻപുട്ടാണ്. ഇനി ആ 3 ഇൻപുട്ടിലേക്ക് വരുന്ന കണക്ഷൻ നമുക്ക് അടുത്ത പറയാം. ഇനി 3 ആൻഡ് ഗേറ്റ്. 3 ആൻഡ് ഗേറ്റിലേക്ക് 2 ഇൻപുട്ടുള്ള 3 ആൻഡ് ഗേറ്റ്, അതിൻ്റെ ഔട്ട്പുട്ടാണ് ഇതിലേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ 3 ആൻഡ് ഗേറ്റിനെല്ലാം 2 ഇൻപുട്ടാണ്. ഒരു ആൻഡ് ഗേറ്റ്, രണ്ടാമത്തെ ആൻഡ് ഗേറ്റ്, മൂന്നാമത്തെ ആൻഡ് ഗേറ്റ്. ഓക്കെ, കാരണം ഇനി നമുക്ക് ഇവിടെ നിന്ന് ചിന്തിക്കാനില്ല. കാരണം ഈ 3 ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടാണ്, 3 ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ എന്തിലേക്ക് കൊടുക്കുന്നത്? ഓറിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തു. ഇതിൻ്റെ വരുന്ന ഔട്ട്പുട്ട് ഇതിലേക്ക് കണക്ട് ചെയ്തു. ഇതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടും ഇതിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ 3 അതിലേക്ക് കണക്ട് ചെയ്തു. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്കിവിടെ 3 വേരിയബിളാണ് ഉള്ളത്. 3 വേരിയബിൾ ഏതൊക്കെയാണ്? എ, ബി, സി. ഇത് വേണം എന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് അറിയാൻ സൗകര്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കാം. അതായത് ഇവിടെ എ എന്നുള്ള ഇൻപുട്ട്, ഇവിടെ ബി എന്നുള്ള ഇൻപുട്ട് കൊടുക്കണം. ഇനി ഇത് രണ്ടാമത്തെ ഗേറ്റിൻ്റെയാണ്. അതുകൊണ്ട് ഒരു പോയിന്റിൽ ബിയും ഒരു പോയിന്റിൽ ബി ഓർ സി കിട്ടണം. അപ്പോൾ ആ ബി ഓർ സി കിട്ടണം എങ്കിൽ നമുക്ക് എന്ത് വേണം? ആ ബി ഓർ സി എന്നുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഓർ ഗേറ്റ് വെക്കണം. ഈ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് രണ്ടിലേക്കും, 2 ആൻഡ് ഗേറ്റിലേക്കും ആവശ്യമുണ്ട്. അപ്പോൾ 2 ആൻഡ് ഗേറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി സി എന്നുള്ള ഇൻപുട്ട് ഏതിലേക്ക് മാത്രമാണ് ആവശ്യമുള്ളത്? ഈ ബി ഓർ സി അതിലേക്ക് മാത്രമാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ
ഒരു ഇതിലേക്കൊരു ഇൻപുട്ട് കൊടുത്തു. ദെൻ ബി എന്നുള്ളത് ഇതിലേക്ക് മാത്രമല്ല, ഇത് കൂടാതെ എ ആൻഡ് ബി എന്നുള്ള ഗേറ്റിലും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം ഇനി അതൊന്ന് ഒഴിവാക്കി വെക്കുകയാണ്. ഇത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എഴുതിയതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഒന്നാമത്തെ അതിൻ്റെ ഇൻപുട്ടിലേക്ക് വേണ്ട 2 വേരിയബിൾസിൽ ഒന്ന് എ എന്നുള്ള ഇൻപുട്ടാണ്, രണ്ടാമത്തേത് ബി എന്നുള്ള ഇൻപുട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കണക്ഷൻ എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ പോയിന്റിൽ നിന്നാണ് 2 കണക്ഷൻ മാറിപ്പോകുന്നത് കൊണ്ട് അവിടെ നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് കാണിക്കണം. ഇനി ഇത് മാത്രം പോരാ, ഇവിടെ നോക്കുക, ഇതിലേക്ക് അതായത് ഈ ആൻഡ് ഗേറ്റിലേക്ക് ഓരോ ഇൻപുട്ട്, ആൻഡ് ഗേറ്റിൽ ഒരു ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് എ ബി മാത്രമാണ്, രണ്ടാമത്തെ ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് ബി ഓർ സിയുടെ കൂടെ എന്താവശ്യമുണ്ട്, ബി ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ബീനെ നേരിട്ട് ഇവിടേക്കൊരു കണക്ഷൻ കൊടുത്തു. ഓക്കെ, ഇനി ഇതിലേക്ക് ഒരു എ എന്നുള്ള ഇൻപുട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് എ എന്നുള്ള ഇൻപുട്ടിൽ നിന്ന് ഒരു വയർ നേരെ താഴേക്ക് എടുക്കുന്നു. അത് നമ്മൾ ഇവിടേക്ക് കണക്ട് ചെയ്തു. ഇതാണ് എ ബി സി എന്ന് മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ ഇപ്പം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എ ബി, എ ഡോട്ട് ബി ഓർ സി ഓർ ബി ആൻഡ് ബി ഓർ സി. ഒന്ന് നിങ്ങൾ സ്വന്തം ഒന്ന് ചെയ്ത് നോക്കുക. അടുത്തത് എ ബി ഓർ ബി ഓർ സി, സോറി എ ബി ഓർ ബി ബാർ സി, എ ബി ഓർ ബി ബാർ സി വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. സം ഓഫ് പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതിൽ ഇതൊരു ഓറിങ് നടത്തണം. അപ്പോൾ അതിന് എന്ത് വേണം, ആദ്യം നമുക്ക് വേണ്ടത് ഒരു 2 ഇൻപുട്ടുള്ള ഓർ ഗേറ്റ് വേണം. ആ 2 ഇൻപുട്ടുള്ള ഓർ ഗേറ്റിൻ്റെ ഇൻപുട്ടിൽ 2 ഇൻപുട്ട് ഉണ്ടായിരിക്കും. അതിലെ ഒരു ഇൻപുട്ട് ഏതായിരിക്കും, ഒരു ഇൻപുട്ട് എ ബി ആയിരിക്കും, ഒരു ഇൻപുട്ട് ബി ബാർ സി ആയിരിക്കും. ഓക്കെ, ഇനി എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഒരു ആൻഡ് ഗേറ്റ് വേണം, ഇവിടെയും ഒരു ആൻഡ് ഗേറ്റ് വേണം. അപ്പോൾ നമുക്ക് 2 ഇൻപുട്ടുള്ള ആൻഡ് ഗേറ്റ് എത്ര എണ്ണം വേണം, 2 നമ്പേഴ്സ് വേണം. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഇവിടെ എ ബി എന്നുള്ള ഇൻപുട്ടാണ്, പക്ഷെ ഇവിടെ ബി ബാർ ഉണ്ട്. ബി ബാർ കിട്ടണമെന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ എ ബി സി എന്നുള്ള ഇതിനെയാണ് നമ്മൾ വാരിയബിൾ ആയിട്ട് പറയുക. അപ്പോൾ അതുകൊണ്ട് ആ ബി എന്നുള്ള കൊടുക്കുന്ന ഇൻപുട്ടിനെ എന്ത് ചെയ്യണം, നെഗേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തും കൂടെ വേണം, ഒരു നോട്ട് ഗേറ്റും കൂടെ വേണം. നോട്ട് ഗേറ്റ് എപ്പോഴും ഒരു ഇൻപുട്ട് ഉള്ളതായിരിക്കും. അപ്പോൾ ഒരു നോട്ട് ഗേറ്റും വേണം. അപ്പം നമ്മൾ ഇവിടെ നിന്ന് മുകളിലേക്ക് അത് ചെയ്യുന്നത് ബാക്കിൽ നിന്ന്, അതായത് നമ്മളുടെ റൈറ്റിൽ നിന്ന് ഏറ്റവും അവസാനത്തിൽ നിന്ന് മുന്നിലേക്കായിട്ടാണ് നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ഏതാണ്, ഓർ ഗേറ്റ്. പിന്നെ നമ്മൾ വരയ്ക്കേണ്ടത് 2 ആൻഡ് ഗേറ്റ്. പിന്നെയാണ് നമുക്ക് നോട്ട് ഗേറ്റ് വരയ്ക്കേണ്ടത്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്തു,
സം ഓഫ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു ഓർ ഗേറ്റ് വരച്ചു. ഓക്കെ, ഇനി ആദ്യം നമ്മൾ ഓർ ഗേറ്റ് വരച്ചു. ഓർ ഗേറ്റ് ഒരു 2 ഇൻപുട്ടുള്ള ഓർ ഗേറ്റ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമ്മൾ എന്താ പറഞ്ഞത്, ഇനി നമുക്ക് വേണ്ടത് 2 ആൻഡ് ഗേറ്റ് വേണം. അപ്പം നമ്മൾ 2 ആൻഡ് ഗേറ്റ്, 2 ഇൻപുട്ടുള്ള 2 ആൻഡ് ഗേറ്റ്, ഒരു ആൻഡ് ഗേറ്റ് വരച്ചു, രണ്ടാമത്തെ ആൻഡ് ഗേറ്റ്. ഇനി ഈ 2 ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഏതിലേക്ക് കൊടുക്കണം, ഈ ഓർ ഗേറ്റിലേക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് കണക്ട് ചെയ്യുന്നത്, അത് എ ബി ഓർ അത് ഈ 2 എണ്ണമാണ് ഈ ആൻഡ് ഗേറ്റിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഓർ ഗേറ്റ് വെച്ച് സം ചെയ്യുന്നു. ഇനി നോക്കാം, മുകളിൽ എ ബി, താഴെ ബി ബാർ സി. അപ്പം നമ്മളുടെ വാരിയബിൾസ് എ ബി സി എന്നുള്ള വാരിയബിൾ എഴുതി കഴിഞ്ഞാൽ നോക്കുക, എ എന്നുള്ള വാരിയബിൾ എഴുതി, ബി എന്നുള്ള വാരിയബിൾ എഴുതി, സി എന്നുള്ള വാരിയബിൾ എഴുതി. ഇനി ബി എന്നുള്ള വാരിയബിൾ മുകളിലേക്ക് ബി തന്നെയാണ് വേണ്ടത്, താഴേക്ക് വേണ്ടത് ബി ബാർ ആണ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് ഇതിനെ എ എന്നുള്ള വാല്യൂ നമ്മൾ മുകളിലേക്ക് കൊടുത്തു. ഇനി ബീനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബീനെ നമുക്ക് മുകളിലേക്ക് കൊടുക്കാം. പക്ഷെ ബീനെ നമുക്ക് 2 ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അത് ബിയിൽ നിന്ന് നമുക്ക് എന്ത് വേണം, ബി ബാർ ക്രിയേറ്റ് ചെയ്യണം. അപ്പം അതുകൊണ്ട് ബിയിൽ നിന്ന് ഒരു ഇൻപുട്ട് നമ്മൾ എവിടേക്ക് കൊടുക്കുന്നു, മുകളിലത്തെ ഗേറ്റിലേക്ക് കൊടുത്തു. ഈ പോയിന്റിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇനി രണ്ടാമത്തെ ഇൻപുട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒരു നോട്ട് ഗേറ്റ് ഇൻസേർട്ട് ചെയ്യണം. ബിയിൽ നോട്ട് ഗേറ്റ് ഇൻസേർട്ട് ചെയ്തു. അതാണ് നമ്മളൊരു ഇൻപുട്ട് കൊടുത്തത്. എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി അതിന് ശേഷം നമ്മളത് സി അതിലേക്ക് കണക്ട് ചെയ്തു. തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കുക, എ എന്നുള്ള ഇൻപുട്ട്, ഇവിടെ ബി എന്നുള്ള ഇൻപുട്ട്, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, എ ബി ആയിരിക്കും. ഇതിലേക്ക് ഒരു ഇൻപുട്ട് വരുന്നത് ബി ബാർ, ഒരു ഇൻപുട്ട് വരുന്നത് സി. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ബി ബാർ സി ആയിരിക്കും. ഇത് രണ്ടുമാണ് ഇവിടേക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എ ബി ഓർ ബി ബാർ സി ആയിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ലോജിക് എക്സ്പ്രഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. സംശയം ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി റിവൈൻഡ് ചെയ്തിട്ട് കണ്ടു നോക്കുക. പിന്നെയും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എ ബി ഓർ എ ബാർ സി ഓർ ബി സി. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സം ഓഫ് പ്രൊഡക്റ്റ് തന്നെയായിട്ട് നമുക്കിവിടെ ചെയ്യാം. അപ്പോൾ വേണ്ടത് ഒരു ഓർ ഗേറ്റ് ആണ്. പക്ഷെ ഓർ ഗേറ്റിന് 1, 2, 3. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു 3 ഇൻപുട്ടുള്ള ഓർ ഗേറ്റ്. ഓക്കെ, അതുകൂടാതെ നമുക്ക് 3 ആൻഡ് ഗേറ്റ് വേണം. 2 ഇൻപുട്ടുള്ള ആൻഡ് ഗേറ്റ് എത്ര എണ്ണം വേണം, 3 നമ്പേഴ്സ് വേണം. ഇനി അതുകൂടാതെ ഇവിടെ ഒരു ഇതിൽ നെഗേഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു നോട്ട് ഗേറ്റും വേണം.
അപ്പോൾ നമുക്ക് വരച്ച് നോക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മളുടെ 3 ഇൻപുട്ട് ഓർ ഗേറ്റിനെ വരയ്ക്കുന്നു. 3 ഇൻപുട്ട് ഓർ ഗേറ്റിനെ നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് 3 ആൻഡ് ഗേറ്റ് ആണ്. മൂന്ന് ആൻഡ് ഗേറ്റിനും 2 ഇൻപുട്ടുള്ള ആൻഡ് ഗേറ്റ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പം 3 ഇൻപുട്ടുള്ള 2 ഇൻപുട്ടുള്ള 3 ആൻഡ് ഗേറ്റ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഔട്ട്പുട്ട് നമ്മൾ ഓർ ഗേറ്റിലേക്ക് കൊടുക്കാം. ഓക്കെ, ഓർ ഗേറ്റിലേക്ക് നമ്മൾ 3 ഇൻപുട്ടും കണക്ട് ചെയ്തു. ഇനി ഇവിടേക്ക് നമുക്ക് വേണ്ടത് എ ബി ആണ്. ഒന്നിൽ ബി സി വേണം, ഒന്നിൽ എ ബാർ സി വേണം. ഇപ്പം നമ്മൾ നമ്മളുടെ വാരിയബിൾസ് ഏതൊക്കെയാണ്? എ ബി സി. ഓക്കെ, നമുക്ക് ആദ്യത്തേതിലേക്ക് നമുക്ക് വേണ്ടത് എ ബി മാത്രമാണ്. നമ്മൾ എന്ത് ചെയ്തു, ഇത് ബി എന്നുള്ളത് ബി സി എന്നുള്ള പ്രൊഡക്റ്റ് ഉള്ളൊരു ഗേറ്റ് ഉണ്ട്, എ ബി എന്നുള്ളത്. അപ്പോൾ ആദ്യത്തേത് ഏറ്റവും മുകളിലുള്ളത് ഇതിലേക്ക് ഏതൊക്കെയാണ് കിട്ടുന്നത്? ഇത് എ ബി എന്നുള്ള ഔട്ട്പുട്ട് തരുന്ന ഗേറ്റ് ആയിട്ട് എഴുതി. ഇവിടെ ഒരു ഇൻപുട്ട് ബി ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഇൻപുട്ട് സിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ മുകളിലത്തെ ഗേറ്റ്, ഇവിടുത്തെ ഗേറ്റിന് എന്ത് കിട്ടും? ഇറ്റ് ഈസ് സി എന്നുള്ള ഇൻപുട്ട് നമ്മൾ ഇവിടെ അതിൽ നിന്ന് ഒരു ഇൻപുട്ട് ഇങ്ങോട്ടും കൊടുക്കുന്നു, ഒരു ഇൻപുട്ട് നമ്മൾ ബി എന്നുള്ള ഭാഗത്തേക്ക് ബി സി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ഇറ്റ് ഈസ് ബി സി ആണ്. ഇനി നമുക്ക് ഇവിടേക്ക് വേണ്ടത് ഒരു ഇൻപുട്ട് സി കൊടുത്തിട്ടുണ്ട്, ഒരു ഇൻപുട്ട് എ ബാർ കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എയിൽ നിന്ന് ഒരു ഇൻപുട്ട് നമ്മൾ എടുത്ത് നമ്മളൊരു ഇൻപുട്ട് എടുത്തിട്ട് ഇവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഒരു നോട്ട് ഗേറ്റ് വഴി ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. ഒരു നോട്ട് ഗേറ്റ് വഴി ഇങ്ങോട്ട് കണക്ട് ചെയ്തു. നമുക്ക് കിട്ടിയത് എ ബാർ സി ആണ്. ഇത് മൂന്നും ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എ ബി ഓർ ബി സി ഓർ എ ബാർ സി.
നമുക്കറിയാം ഇത് രണ്ടും ഈക്വൽ ആണ്. കാരണം എ ബി ഓർ ബി ബാർ സി ഓർ എ ബാർ സി എന്ന് എഴുതുന്നതും ഇത് മിഡിൽ ടേം ആക്കി എഴുതി കഴിഞ്ഞാലും ദർ ഈസ് നോ ഡിഫറൻസ്. ഓക്കെ, എ ബി എ ബാർ സി ഓർ ബി സി രണ്ടും സെയിം ആണ്. നമുക്ക് ഇതാണ് നമ്മളുടെ ഇംപ്ലിമെൻറ്റേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് സം ഓഫ് പ്രൊഡക്റ്റ് അല്ല, പ്രൊഡക്റ്റ് ഓഫ് സം ആണ്. അതായത് ഇവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് എ ഓർ ബി ആൻഡ് എ ബാർ ഓർ ബി ബാർ ആണ്. അപ്പം നമുക്ക് ഇവിടെ അവസാനത്തിലേക്ക് ആവശ്യമുള്ളത് എന്താണ്? 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ആണ് അവസാനം ആവശ്യമുള്ളത്. ഓക്കെ, പിന്നെ 2 2 ഇൻപുട്ട് ഓർ ഗേറ്റ് വേണം. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? എ ഓർ ബി ചെയ്യാൻ വേണ്ടിയിട്ടും എ ബാർ ഓർ ബി ബാർ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ 2 എണ്ണം 2 നമ്പേഴ്സ് അത് വേണം. ഇനി അതുകൂടാതെ ഇതിൽ എ ബാർ ഉണ്ട്, ബി ബാർ ഉണ്ട്. അപ്പം അതുകൊണ്ട് നോട്ട് ഗേറ്റ് വേണം. നോട്ട് ഗേറ്റ് എത്ര എണ്ണം വേണം? ഒരു നോട്ട് ഗേറ്റ് പോരാ, 2 നോട്ട് ഗേറ്റ്, എ ബാറിനൊന്നും ബി ബാറിനും. ഇനി ഇത് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം, അതായത് നോട്ട് ഗേറ്റ് 2 എണ്ണം ഉപയോഗിക്കുന്നതിന് പകരം, അതായത് ഇതൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, കാരണം ഞാൻ പറഞ്ഞിരുന്നു ക്വസ്റ്റ്യൻ 2 രൂപത്തിൽ ചോദിക്കാം. മിനിമൽ നമ്പർ ഓഫ് ഗേറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ആൻഡ് ഗേറ്റ് വേണം, 2 ഓർ ഗേറ്റ്, പിന്നെ 2 നോട്ട് ഗേറ്റ്. പക്ഷേ അതിന് പകരം ഇതേ കാര്യം, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് ഇതിൽ ഈ 2 നമ്പേഴ്സ് ഓഫ് ഓർ ഗേറ്റും 2 നമ്പേഴ്സ് ഓഫ് നോട്ട് ഗേറ്റും എന്നുള്ള ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എ ബാർ ബി ബാർ എന്നുള്ളത് നമുക്കറിയാം എ ബി ഓൾ ബാർ ഇസ് ഈക്വൽ ടു വാട്ട്? ഡി മോർഗൻസ് തിയറം ആലോചിച്ച് നോക്കുക. എ ബി ഓൾ ബാർ ഇസ് ഈക്വൽ ടു എ ബാർ ഓർ ബി ബാർ ആണ് അല്ലേ? എ ബി ഓൾ ബാർ ഇസ് ഈക്വൽ ടു, എ ബി ഓൾ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് എന്തിൻ്റെ ഔട്ട്പുട്ടാണ്? ഒരു നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ്. ഓക്കെ, ഒരു നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചാലും മതി. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിൽ നിന്ന് ഒരു ഓർ ഗേറ്റ് കുറയും, ഇതിലെ ഒരു ഓർ ഗേറ്റ് കുറയും, അപ്പോൾ ഒരു ഓർ ഗേറ്റ് മാത്രം വരും. ഇതിൽ 2 നോട്ട് ഗേറ്റ് ആവശ്യം ഉണ്ടാവില്ല. അപ്പം നമുക്ക് ആകെ ആവശ്യം വരുന്നത് ഒരു ആൻഡ് ഗേറ്റ്, ഒരു ഓർ ഗേറ്റ്, പിന്നെ ഒരു നാൻഡ് ഗേറ്റ് ആയിരിക്കും. അപ്പോൾ ആ 2 രൂപത്തിലുള്ള ഫിഗറും നമുക്ക് കാണിക്കാം. അപ്പോൾ ആദ്യം ഈ കോൺഫിഗറേഷനാണ് നമ്മൾ കാണിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞ ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് എന്ത് വേണം? ഒരു 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് വേണം. ഇനി നമ്മൾ പറഞ്ഞത് നമുക്ക് ഒരു 2 ഇൻപുട്ട് ഓർ ഗേറ്റ് 2 എണ്ണം വേണം.
ഇതിൻ്റെ രണ്ടിൻ്റെയും ഔട്ട്പുട്ട് ആ ആൻഡ് ഗേറ്റിലേക്ക് കൊടുക്കണം. ഇനി മുകളിൽ എ ബി എന്നുള്ള ഇൻപുട്ട് നമ്മൾ കൊടുക്കണം. താഴെ നമുക്ക് ഏത് കൊടുക്കണം? എ ബാർ ബി ബാർ എന്ന് കൊടുക്കണം. നമ്മളുടെ ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? ഇൻപുട്ടുകൾ എയും ബിയും ആണ്. ഇപ്പോൾ എ എന്നുള്ള ഇൻപുട്ട് നമുക്ക് നേരിട്ട് ഇതിലേക്ക് കൊടുക്കാം. ഇനി ഇവിടെ ഇതിലേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നെഗേറ്റ് ചെയ്ത് ഒരു നോട്ട് ഗേറ്റ് വഴി നെഗേറ്റ് ചെയ്ത് വേണം ഇവിടേക്ക് കൊടുക്കാം. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഇവിടെ ബി എന്നുള്ള മുകളിലത്തെ ഗേറ്റിൽ എയും ബിയും ആവശ്യമാണ്. അപ്പോൾ അവിടെ എ ബി എന്നുള്ള രണ്ടും കണക്ട് ചെയ്തു. ഇനി താഴത്തെ ഗേറ്റിന് ഒരു ബി ബാർ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആ ബി ബാർ ഇതിന് നെഗേറ്റ് ചെയ്ത് നമ്മൾ നേരിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഇവിടെ നോക്കുക, ഇവിടേക്ക് നമുക്ക് കിട്ടുന്ന ഇൻപുട്ട് എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. അപ്പോൾ ഇവിടെ എ ഓർ ബി എന്നുള്ള ക്വാണ്ടിറ്റി ഒബ്റ്റെയിൻ ചെയ്യും. ഇവിടെ എ ബാർ, ഇത് ബി ബാർ. അപ്പോൾ നമുക്കിവിടെ എ ബാർ ഓർ ബി ബാർ ഒബ്റ്റെയിൻ ചെയ്യും. ഇത് അതിന് രണ്ടിനെയും കൂടെ ആൻഡ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് എ ഓർ ബി ആൻഡ് എ ബാർ ഓർ ബി ബാർ. അപ്പോൾ ഇതാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന റിസൾട്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള, നമുക്ക് തന്നിട്ടുള്ള എക്സ്പ്രഷനെ ഈ രൂപത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇതിനെ അടുത്തൊരു ഫോമിൽ, അതായത് നമ്മൾ പറഞ്ഞ നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫോമിലും കൂടെ നമ്മൾ കാണിക്കുകയാണ്. അതിന് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? നമ്മൾ അതിന് പറഞ്ഞിട്ടുള്ളത് ഒരു ആൻഡ് ഗേറ്റ് നമുക്ക് ആവശ്യമാണ്. ആൻഡ് ഗേറ്റ്, ഒരു ആൻഡ് ഗേറ്റ്, ഒരു ഓർ ഗേറ്റ്, ഒരു നാൻഡ് ഗേറ്റ്. എന്തൊക്കെയാണ്? ഒരു ആദ്യം നമുക്ക് ഏറ്റവും അവസാനം നമുക്ക് ആവശ്യമുള്ളത് ഒരു ആൻഡ് ഗേറ്റ് ആണ്. ഒരു ആൻഡ് ഗേറ്റ് വേണം. ഏറ്റവും ലാസ്റ്റ് ഇട്ടത് ആൻഡ് ഗേറ്റ്. AND gate, 2 input AND gate. ഓക്കെ. ഇനി ആ 2 ഇൻപുട്ട് AND ഗേറ്റിലേക്ക് നമുക്ക് കണക്ട് ചെയ്യേണ്ട എന്തൊക്കെയാണ്? ഒരു OR ഗേറ്റും OR ഗേറ്റ്, 2 ഇൻപുട്ടുള്ള ഒരു OR ഗേറ്റ്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഒരു NAND ഗേറ്റ് ആണ്. കാരണം നമ്മൾ പറഞ്ഞത് NAND ഗേറ്റിന് നമ്മൾ ഒരു ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഇൻപുട്ടുകൾ ഇവിടെ എയും ബിയും ആണ്. ആ എയിൽ നിന്ന് ബിയിൽ നിന്നും ഓരോ കണക്ഷൻ
നമ്മൾ എവിടേക്ക് കൊടുക്കുന്നു? ഇതിലേക്ക് കൊടുക്കാണ്. ഓക്കെ, ഇനി നോക്കാം. ഇപ്പം ഇവിടെ എ ബി എന്നുള്ള ഇൻപുട്ട് കിട്ടിയിട്ടുണ്ട്. ദെൻ എ ഓർ ബി. ഇനി ഇവിടെ കിട്ടിയിട്ടുള്ള ഇൻപുട്ട് എ ബി ആണ്. ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എ ബി ബാർ ആണ്. ആ എ ബി ബാർ എന്തിന് ഈക്വലൻ്റ് ആണ്? ആ എ ബി ബാർ ഇറ്റ് ഈസ് ഈക്വലൻ്റ് ടു എ ബാർ ഓർ ബി ബാർ. ഇറ്റ് ഈസ് ഈക്വലൻ്റ് ടു ദിസ് വൺ. ഡി മോർഗൻസ് തിയറം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഇതിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എ ഓർ ബി ആൻഡ് എ ബാർ ഓർ ബി ബാർ തന്നെയായിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ട് രൂപത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാണിച്ചിട്ടുള്ളതാണ് മിനിമൽ നമ്പർ ഓഫ് ഗേറ്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ബി ബാർ ആൻഡ് എ ഓർ ബി. ഇത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടിട്ടുള്ള അതേ സർക്യൂട്ട് തന്നെയാണ്. കാരണം അതിൽ രണ്ടാമത്തെ ഇത് നമ്മൾ കാണിക്കണം. കാരണം നോട്ട് ഗേറ്റ്, നാൻഡ് ഗേറ്റിൻ്റെ ഇപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ ഇതൊരു പ്രൊഡക്റ്റ് ഓഫ് സം എന്ന് പറയാനും പറ്റില്ല. കാരണം ഈ എ ഓർ ബി ബാർ എന്നുള്ളത് ഇതൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇത് രണ്ടെണ്ണത്തിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് ഒരു 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് അവസാനത്തേന്. ഇനി ഇവിടെ ഒരു ഓർ ഗേറ്റ്, 2 ഇൻപുട്ട് ഓർ ഗേറ്റ് എ ഓർ ബി ചെയ്യാൻ ആവശ്യം. ഇനി എ ബി ബാർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താവശ്യമുണ്ട്? ഒരു 2 ഇൻപുട്ട് നാൻഡ് ഗേറ്റ്. അപ്പോൾ നമ്മൾ ചെയ്ത അതേ കണക്ഷൻ തന്നെയാണ്, വേറെ ഒരു മാറ്റമില്ല. കാരണം നമ്മൾ തൊട്ട് മുമ്പത്തെ ഇതിൽ നമ്മൾ കണ്ടു എ ബി ബാർ എന്നുള്ളത് എന്തിന് ഈക്വലൻ്റ് ആണ്? എ ബാർ ഓർ ബി ബാറിന് ഈക്വലൻ്റ് ആണ്. അപ്പം നമ്മൾ വരച്ച ഡയഗ്രാം ഇങ്ങനെയായിരുന്നു. ഇവിടെ ഒരു ആൻഡ് ഗേറ്റ്, പിന്നെ അതിലേക്കൊരു ഓർ ഗേറ്റ്, ഓർ ഗേറ്റിൽ നിന്ന് ഒരു ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് അങ്ങോട്ട്. ഇനി അടുത്തത് താഴെ ഒരു 2 ഇൻപുട്ടുള്ള ഒരു നാൻഡ് ഗേറ്റ്, രണ്ടിലേക്കും കോമൺ ആയിട്ട് എന്തെല്ലാം വേണം? കണക്ഷൻസ് രണ്ടിലേക്കും ആവശ്യമാണ്. ഇത് എ ആണ്, ഇത് ബി ആണ്. ഇത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇറ്റ് ഈസ് എ ഓർ ബി. ഇവിടെ എ ബി ബാർ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എ ബി ബാർ എ ഓർ ബി. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ളതാണ്. നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ളത് നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ട് ഇംപ്ലിമെൻറ്റേഷൻ ആണ് വരാറുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഉണ്ടാവുക: ഇംപ്ലിമെൻറ്റ് ദി ഗിവൺ ലോജിക് എക്സ്പ്രഷൻ യൂസിങ് നാൻഡ് ഓൺലി, നാൻഡ് ഗേറ്റ് ഓൺലി. അതായത് നാൻഡ് ഗേറ്റ് മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരിക. അപ്പം ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നാൻഡ് ഗേറ്റ് വെച്ച് നാൻഡ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് നോട്ട് ക്രിയേറ്റ് ചെയ്തത്,
ഓർ ക്രിയേറ്റ് ചെയ്തത്, ആൻഡ് ക്രിയേറ്റ് ചെയ്തത്, ഇതറിയണം. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും സർക്യൂട്ട് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അത് കൂടാതെ ഇവിടെ ഉപയോഗിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് അറിയാം. എ ഡബിൾ ബാർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എ ആയിരിക്കും. അതായത് രണ്ട് നാൻഡ് ഗേറ്റ്, അതായത് ഇങ്ങനെ നാൻഡ് ഗേറ്റിന് രണ്ട് ഇൻപുട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് നാൻഡ് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചെയ്യാറുള്ളത്, നമ്മൾ കിട്ടിയിട്ടുള്ള സർക്യൂട്ടിനെ, ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള സർക്യൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എ ഓർ ബി ആൻഡ് സി ആണ്. ഇത് ഒരു സം ഓഫ് പ്രൊഡക്റ്റ് ആണ്. അപ്പം അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ ഒരു ഓർ ഗേറ്റ്, 2 ഇൻപുട്ട് ഓർ ഗേറ്റും, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ബി സി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആൻഡ് ഗേറ്റും ആണ്. അപ്പോൾ ഇത് നമ്മൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഒരു ബേസിക് ഗേറ്റ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. ഒരു എ എന്നുള്ള ഇൻപുട്ട് ഓൾറെഡി ഇതിലേക്ക് നമുക്ക് ഇൻപുട്ടുകൾ എ ബി സി ആണെങ്കിൽ ബി സി എന്നുള്ള അതിലെ രണ്ട് വാല്യൂസ് നമ്മൾ എടുത്ത് അതിനെ ഒരു ആൻഡ് ഗേറ്റിലൂടെ കടത്തിവിട്ട് അത് നമ്മൾ ഇതിൻ്റെ ഒരു ഇൻപുട്ടായിട്ട് കൊടുക്കണം. ഇതിൻ്റെ രണ്ടാമത്തെ ഇൻപുട്ട് ഏതായിരിക്കും? എ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, അതായത് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഒരു ഓർ ഗേറ്റും ഇവിടെ ആവശ്യമാണ്, ഇവിടെ ഒരു ഓർ ഗേറ്റും ആവശ്യമാണ്, ഒരു ആൻഡ് ഗേറ്റും ആവശ്യമാണ്. അപ്പം നാൻഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ നാൻഡ് ഉപയോഗിച്ച് ആൻഡ് ഗേറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിവേഴ്സൽ ഗേറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത്. ഒരു എ ബി എന്നുള്ള ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് എ ബി ഓൾ ബാർ ആയിരിക്കും, ഇവിടെ നമുക്ക് കിട്ടുന്നത് എ ബി ആയിരിക്കും. അപ്പോൾ ഇതെന്തായിട്ട് വർക്ക് ചെയ്യുന്നു? ഒരു ആൻഡ് ഗേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ രൂപത്തിൽ ഒരു ഡയഗ്രാം കണ്ടിട്ടുണ്ടായിരുന്നു. എ എന്നുള്ള ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? എ ബാർ ആയിരിക്കും. ഇവിടെ ബി എന്നുള്ള ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബി ബാർ ആയിരിക്കും. ഇനി ഇവിടെ നമുക്ക് കിട്ടുന്നത് എ ബാർ ആൻഡ് ബി ബാർ ഓൾ ബാർ ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡി മോർഗൻസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ഡബിൾ ബാർ ഓർ ബി ഡബിൾ ബാർ ഇതെന്തിന് ഈക്വൽ ആണ്? എ ഓർ ബിക്ക് ഈക്വൽ ആണ്. അതായത് ഈ തന്നിരിക്കുന്ന സർക്യൂട്ട് എന്താണ്? ഇത് ഓർ ഗേറ്റ് ആണ്, ഇത് ആൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ഇവിടേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ബി സി എന്നുള്ള ഒരു ഇൻപുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ആൻഡ് ഗേറ്റ് വേണം. ഇനി ഇവിടെ ഓർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു ഈ ബി സി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആൻഡ് ഗേറ്റിന് പകരം നമ്മൾ ഇതാണ് ഉപയോഗിക്കുക. അതേപോലെ തന്നെ
ഇവിടെ നമുക്ക് ഈ ഓർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 3 നാൻഡ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഓർ ഗേറ്റും നമുക്ക് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന് പകരം നമ്മൾ ഈ സർക്യൂട്ട് ഒഴിവാക്കിയിട്ട് അതിന് പകരം നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാണ്. അതായത് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഒന്നും കൂടെ പറയുന്നു. ഒരു ഓർ ഗേറ്റും വേണം, അവസാനം നമ്മളുടെ ഒരു ഓർ ഗേറ്റും വേണം, ആദ്യത്തെ ഭാഗത്ത് ബി സി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ആൻഡ് ഗേറ്റും വേണം. അപ്പോൾ ബി സി കിട്ടാനുള്ള ആൻഡ് ഗേറ്റ് നമ്മൾ വരയ്ക്കുകയാണ്. ചെറുതാക്കി വരയ്ക്കണം, അല്ലെങ്കിൽ അത് അവിടെ ഒതുങ്ങില്ല. അപ്പം നമ്മൾ ആദ്യം ബി സി ഉപയോഗിച്ചിട്ടുള്ള, അതായത് ബി സി എന്നുള്ള ഇൻപുട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അത് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ്, ആദ്യം ഒരു നാൻഡിലൂടെ കടത്തി വിടുക. ആ നാൻഡിലൂടെ കടത്തി വിട്ടതിന് ശേഷം അതിൽ കിട്ടുന്ന ഔട്ട്പുട്ടിനെ അടുത്തൊരു നാൻഡിലൂടെ ഈ രൂപത്തിൽ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, ഇവിടെ നമ്മൾ ഇൻപുട്ട് ബിയും ഇവിടെ നമ്മൾ സിയും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ബി സി ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളുടെ അടുത്തത് ഓർ ഗേറ്റ് ആയിരുന്നു. അപ്പോൾ ഓർ ഗേറ്റിന് പകരം നമ്മൾ ഇതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഓരോ ഓർ ഗേറ്റ് നമ്മൾ ഇവിടെ തന്നെ, കാരണം ഓർ ഗേറ്റിന് ഒരു ഇൻപുട്ട് എ ആണ്, ഒരു ഇൻപുട്ട് ബി സി ആണ്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് നമുക്ക് എന്താണ്, ബി സി ആണ്. പിന്നെ മുകളിൽ നമുക്ക് ഒരു എ എന്നുള്ള ഇൻപുട്ട് വേണം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു നോട്ട് ഗേറ്റ്, ഇവിടെ ഒരു നോട്ട് ഗേറ്റ്, സോറി നോട്ട് ഗേറ്റ് അല്ല, ഇവിടെ നമ്മൾ അതിലെ നാൻഡിൻ്റെ, കാരണം നമ്മൾ ഇതിനെയാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ എ എന്നുള്ള ഇൻപുട്ട് ഇവിടേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എ എന്നുള്ളത് കൊടുത്തു. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇൻപുട്ടിൽ നമ്മൾ രണ്ടാമത്തത് ഇത് ആദ്യം കൊടുക്കണം. അപ്പോൾ ഇത് വരയ്ക്കണം. അപ്പോൾ അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു, ഇതിൽ നിന്ന് വരുന്ന ഇൻപുട്ടിനെ ഒരു നാൻഡിലേക്ക് കടത്തി വിടുന്നു. അതായത് ഇപ്പം നമ്മൾ വരച്ചിട്ടുള്ള ഈ ആൻഡിൻ്റെ കൂടെ ഈ ഓറും കൂടെ മിക്സ് ചെയ്യണം. അപ്പോൾ അതിൽ ആദ്യത്തെ ഒന്നാമത്തത് നമ്മൾ വരച്ചു, ഒന്നാമത്തതാണ് ഈ വരച്ചിരിക്കുന്നത്. ഇവിടുത്തെ രണ്ടാമത്തെ ഗേറ്റ് ആണ് നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഔട്ട്പുട്ട് ഒന്നിച്ചാക്കി നമ്മൾ മൂന്നാമത്തെ ഗേറ്റ് വരയ്ക്കും. ഇപ്പം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, നമ്മളുടെ എ ഓർ ബി സി ആയിരിക്കും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ ചെയ്ത സമയത്ത് ഇവിടെ നോക്കുക, ഇതൊരു നാൻഡ് ഗേറ്റ് ആണ്, ഇതും ഒരു നാൻഡ് ഗേറ്റ് ആണ്. ഈ നാൻഡ് ഗേറ്റ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, രണ്ട് ഇൻപുട്ടും കൂടെ കപ്പിൾ ചെയ്തിട്ട് അതിലേക്ക് ഇൻപുട്ട് കൊടുക്കാന്ന് കഴിഞ്ഞാൽ ഇതെന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, നോട്ട് ഗേറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതും എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, നോട്ട് ഗേറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട്, ഇതിൻ്റെ ഔട്ട്പുട്ട് ബി സി ബാർ ആണ്, ഇവിടെ അതെന്തായിട്ട് മാറി, ബി സി ആയിട്ട് മാറി. ഇവിടെ വീണ്ടും അതെന്തായിട്ട് മാറി, ബി സി ബാർ ആയിട്ട് മാറി. അപ്പോൾ ഇതിനെ, കാരണം ബി സി ബാറിനെ ബി സി ആക്കി പിന്നെ ബി സി ബാർ ആക്കി. അപ്പം നമുക്ക് ഇതിന് രണ്ടിനെ, അതായത് രണ്ട് നെഗേഷൻ ഒന്നിച്ച് ഒഴിവാക്കാൻ നമ്മൾ പറഞ്ഞു. അതായത് ഇവിടെ ഞാൻ പറഞ്ഞു എ ഡബിൾ ബാർ ഈസ് ഈക്വൽ ടു എ ആണ്, അല്ലെങ്കിൽ നമുക്കിവിടെ പറയാം ബി സി ഡബിൾ ബാർ ഈസ് ഈക്വൽ ടു ബി സി ആണ്. കാരണം നമുക്കിവിടെ അങ്ങനെയല്ല ആവശ്യം. അതായത് ബി സി ട്രിപ്പിൾ ബാർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ബി സി എന്നുള്ളത് ഒരു ഒന്നുണ്ട്, ബി സി ബാർ ഒന്നുണ്ട്, അതിന് ഒരു പ്രാവശ്യം ബാർ ചെയ്തു, അപ്പോൾ ബി സി ഡബിൾ ബാർ വന്നു, അതിനെയാണ് ബി സി ആയിട്ട് പറയുന്നത്. വീണ്ടും അതിനെ ഒരു ബാറും കൂടെ ചെയ്തു, അപ്പോൾ ട്രിപ്പിൾ ബാർ ദാറ്റ് ഈസ് ഈക്വലൻ ടു എന്ത് തന്നെയാണ്, ബി സി ബാർ ആണ്. അപ്പോൾ നമ്മൾ ആ രണ്ടെണ്ണത്തിന്, രണ്ട് ഗേറ്റിനെ
നാൻഡ് ഗേറ്റിനെ ഇവിടെ നിന്ന് ജസ്റ്റ് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഞാൻ ഇവിടെ ഒന്ന് മാറ്റി വരയ്ക്കാം. അതായത് അപ്പോൾ എന്ത് സംഭവിക്കും, ഇതിനെ മാത്രം നമ്മൾ ഇവിടെ ഒഴിവാക്കുകയാണ്. അതായത് ഇതിനി നമുക്ക് ആവശ്യമില്ല. ഈ 2 ഗേറ്റ് നമുക്ക് ഇവിടെ ആവശ്യമില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി, ആദ്യത്തെ ഗേറ്റിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ നേരിട്ട് ഇതിലേക്ക് കൊടുത്താൽ മതി. ഇതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ നേരിട്ട് ഇതിലേക്ക് കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് ഇവിടെ കിട്ടുന്ന, ഇവിടെ എന്താണ്, എ ബാർ ആയിരിക്കും. നമുക്ക് എഴുതി നോക്കാം. ഇവിടെ കിട്ടുന്നത് എന്തായിരിക്കും, ഇറ്റ് ഈസ് ബി സി ഓൾ ബാർ ആയിരിക്കും. അപ്പോൾ ഇവിടെ കിട്ടുന്നത് എന്തായിരിക്കും, നാൻഡ് ഗേറ്റ് ആണെന്ന് ഓർക്കണം. നാൻഡ് ഗേറ്റ് ആണെങ്കിൽ എ ബാർ ബി സി ബാർ. കാരണം ബി സി ബാർ ആണ് ഇൻപുട്ട്, അല്ലാതെ അപ്പം ഇതിൻ്റെ പ്രൊഡക്റ്റ് ആണ്. അല്ലാതെ ഇത് ഒന്നിച്ച് എഴുതരുത്. ഒന്നിച്ച് എഴുതി കഴിഞ്ഞാൽ ഇത് ഡിഫറെൻ്റ് ആണ്. ഒരിക്കലും ഇതിനെ എ ബി സി ഓൾ ബാർ എന്ന് എഴുതരുത്. ഇവിടെ എ ബാർ ആൻഡ് ബി സി ബാർ ആണ്. കാരണം ഇതൊരു 3 ഇൻപുട്ടുള്ള നാൻഡ് ഗേറ്റ് ആണെങ്കിലാണ് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ഇത് 2 ഇൻപുട്ട് ഉള്ളതാണ്. അപ്പോൾ എ ബാർ ആൻഡ് ബി സി ബാർ. ഇതിൻ്റെ എന്ത് വേണം, ഓൾ ബാർ വേണം. അതല്ലേ നാൻഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ താഴെ എഴുതിയത് ആൻഡ് എന്നുള്ള പ്രോസസ്സാണ്. മുകളിൽ വരെ ഇട്ടാൽ അത് നാൻഡായി. ഇനി ഇവിടെ നമ്മൾ ഡി മോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്തായിരിക്കും കിട്ടുക, എ ഡബിൾ ബാർ ഓർ ബി സി ഡബിൾ ബാർ. അപ്പം നമുക്ക് കിട്ടുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു എ ഓർ ബി സി ആയിരിക്കും. അപ്പം ഇതാണ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം യൂണിവേഴ്സിറ്റി എക്സാമിന് ചില ക്വസ്റ്റ്യൻസ്, ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നാൻഡ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. അതുകൂടാതെ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് എ ഓർ ബി സി ബാർ. അപ്പം നമ്മൾ കഴിഞ്ഞതിൽ ചെയ്ത അതേപോലെ തന്നെയാണ്. അപ്പം എന്താണ് ഓർക്കേണ്ടത്, ഇവിടെ ഒരു നെഗേഷനും കൂടെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അത് സീനെ ഒരു സി ബാർ എന്നുള്ള പ്രോസസ്സും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊന്ന്, അല്ലെങ്കിൽ വേണമെങ്കിൽ ആദ്യം ഇത് കാണിക്കാം. കാരണം ജസ്റ്റ് ഞാൻ ആദ്യം അത് വരച്ച് കാണിക്കാം. ഇതിനെ ബേസിക് ഗേറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അതായത് ഏറ്റവും അവസാനം നമുക്ക് ഒരു 2 ഇൻപുട്ട് ഓർ ഗേറ്റ് ആവശ്യമാണ്. ഇനി അതിലേക്ക് ഒരു ബി സി ബാർ എന്നുള്ള ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആൻഡ് ഗേറ്റ് നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ഇനി ആ ആൻഡ് ഗേറ്റിലെ ഒരു ഇൻപുട്ട് നമ്മൾ ഏതാണ് നമ്മൾ കൊടുക്കുന്നത്, സി ബാർ ആയിട്ട് കിട്ടണം. അതുകൊണ്ട് ഇവിടെ ഒരു നോട്ട് ഗേറ്റും ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബി കൊടുത്തു, ബീനെ നമ്മൾ ഇങ്ങോട്ട് കൊടുത്തു. ഇനി ഇവിടെ എ എന്നുള്ള ഇൻപുട്ടിനെ അങ്ങോട്ട് കൊടുത്തു. നോക്കുക, എ ഇവിടെ കിട്ടുന്നത് എന്തായിരിക്കും, ബി സി ബാർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എ ഓർ ബി സി ബാർ ആയിരിക്കും. ഇനി ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗേറ്റുകളെ മാറ്റി വരയ്ക്കുകയാണ്. അതായത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ചെയ്യാം. അത് ആദ്യം എന്ത് ചെയ്യുന്നു, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗേറ്റ് ഞാൻ വരയ്ക്കുകയാണ്. അത് ഓർ ഗേറ്റ് ആണ്. അപ്പോൾ ഓർ ഗേറ്റിന് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്, ഓർ ഗേറ്റിന് ഒരു നാൻഡ് ഗേറ്റിൻ്റെ ഇങ്ങനെയുള്ള ഒരു ഗേറ്റ്, ഒരു നാൻഡ് ഗേറ്റ്. ഇനി താഴെയും അതേപോലെ 2 ഇൻപുട്ടും കപ്പിൾ ചെയ്തിട്ടുള്ള ഒരു നാൻഡ് ഗേറ്റ്. ഇതിന് വരുന്ന ഔട്ട്പുട്ട്, ഇതിൻ്റെ വരുന്ന ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യുന്നു, രണ്ടും കൂടെ കപ്പിൾ ചെയ്തിട്ട് അടുത്ത നാൻഡ് ഗേറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ
ഇതെന്തായി? ഇറ്റ് ഈസ് ആൻ ഓർ ഗേറ്റ്. നമ്മളുടെ ഓർ ഗേറ്റ് നമ്മൾ ഇവിടെ കാണിച്ചു. ആ ഓർ ഗേറ്റിലേക്ക് ഒരു ഇൻപുട്ട് ഏത് തന്നെയാണ്? എ ആണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ എ അതിലേക്ക് ഇൻപുട്ട് കൊടുത്തു. ഇനി താഴെ ഇവിടെ നമുക്ക് എന്തുണ്ട്? ബി സി ബാർ എന്നുള്ള, ബി സി ബാർ എന്ന് നോക്കേണ്ട കാര്യമില്ല, ഒരു ആൻഡ് ഗേറ്റ് ഉണ്ട്. ഒരു ആൻഡ് ഗേറ്റിന് പകരം നമ്മൾ എന്താ ചെയ്യുക? ഒരു ആൻഡ് ഗേറ്റിന് പകരം നാൻഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ, ആൻഡ് ഗേറ്റിന് പകരം നാൻഡ് ഉപയോഗിക്കുമ്പോൾ ആദ്യം ഒരു 2 ഇൻപുട്ടുള്ള നാൻഡ് ഗേറ്റ്, അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ ഒരു 2ഉം കൂടെ കപ്പിൾ ചെയ്തിട്ടുള്ള ഒരു നാൻഡ് ഗേറ്റ്. ഇതാണ്. ഇനി ഇത് കൂടാതെ ഇതിൻ്റെ തൊട്ട് മുമ്പ് നമുക്ക് എന്താവശ്യമാണ്? ഇതിൽ ഒരു നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 ഇൻപുട്ടും കൂടെ കപ്പിൾ ചെയ്തിട്ടുള്ള, നമുക്ക് താഴെ വരയ്ക്കാം, കാരണം സി ആയതുകൊണ്ട് ഏറ്റവും താഴെ കാണിക്കാം. ഓക്കെ, 2 ഇൻപുട്ടും കൂടെ കപ്പിൾ ചെയ്തിട്ടുള്ള ഒരു നാൻഡ് ഗേറ്റ്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഇവിടെ സി കൊടുക്കുന്നു. ഇനി ഇവിടെ നമ്മൾ ഏതാ ഇൻപുട്ട് കൊടുക്കുന്നത്? ഇവിടെ ബി കൊടുക്കുന്നു. ഇനി അപ്പം നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇത് സി ബാർ കിട്ടും. ഓക്കെ, ഇനി ബാക്കിയുടെ കിട്ടുന്നത് അനാലിസിസ് നടത്തേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ 2 നോട്ട് ഗേറ്റ്, ഇവിടെ 2 നോട്ട് ഗേറ്റ് ഒന്നിച്ച് വന്നിട്ടുണ്ട്. 2 നോട്ട് ഗേറ്റ് അടുത്ത് വന്നിട്ടുണ്ട്, നേരത്തെ കേസ് പോലെ തന്നെ. അതിനെ നമുക്ക് അങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പം നമുക്ക് കിട്ടുന്ന ഫിഗറിൽ ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ല. ആ 2 നമ്മൾ ഒഴിവാക്കി. നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ കിട്ടുന്ന, ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിനെ ലാസ്റ്റിലെ ഇതിലേക്ക് നേരിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എ ഓർ ബി സി ബാർ ആയിരിക്കും. അടുത്തത് ബി ഓർ എ ബാർ സി. അത് നിങ്ങൾ ഒരു അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യുക. കാരണം നേരത്തെ 2 ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ നേരത്തെ റിപ്പീറ്റ് എന്തുമാത്രമേ മാറുന്നുള്ളൂ? വാരിയബിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അടുത്ത ഒന്ന് ചെയ്യാം. ഇറ്റ് ഈസ് എ ബാർ സി ഓർ എ ഡി ബാർ. ഇവിടെയും ഒരു ഓർ ഗേറ്റ് വേണം, 2 ആൻഡ് ഗേറ്റ് വേണം, 2 നോട്ട് ഗേറ്റ് വേണം. ഓക്കെ, അപ്പം ആദ്യം എന്ത് വരയ്ക്കുന്നു? അവസാനത്തെ നമ്മളുടെ ഓർ ഗേറ്റ്. അവസാനത്തെ ഇതാണ് നമ്മളുടെ ഓർ ഗേറ്റ്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് 2 ആൻഡ് ഗേറ്റ് വേണം. അപ്പോൾ ആ 2 ആൻഡ് ഗേറ്റ് വരയ്ക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു 2 ഇൻപുട്ടായിട്ടുള്ള ഒരു നാൻഡ് ഗേറ്റും അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ അടുത്തൊരു ഗേറ്റിലേക്ക് കണക്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഇതിൽ നിന്ന് വരുന്ന ഇതിനെ
കപ്പിൾ ചെയ്തിട്ടുള്ള ഒരു ഇതുവഴി നമ്മൾ കണക്ട് ചെയ്യും. ഇനി ഇവിടേക്ക് വേണ്ടത് ഒന്ന് എ ബാർ സിയും ഒന്ന് എ ഡി ബാറും ആണ് വേണ്ടത്. പക്ഷെ അതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനെ എന്ത് ചെയ്യാം, ഇത് ഒന്നിച്ച് രണ്ടെണ്ണം അടുത്തടുത്താണ്, രണ്ട് നോട്ട് ഗേറ്റ്. അപ്പോൾ അതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെയും രണ്ട് നോട്ട് ഗേറ്റുകൾ ഉണ്ട്, അതിനെ നമുക്ക് ഇവിടെയും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് അവിടുത്തെ നോട്ട് ഗേറ്റുകളെ വരയ്ക്കാം. അതിനുശേഷം അത് എറേസ് ചെയ്ത് കളയാം. അപ്പോൾ ജസ്റ്റ് നോക്കുക. ഇനി വേണ്ടത് ഇവിടേക്ക്, അതായത് ആദ്യത്തെ ഒരു ഇതിലേക്ക് എ ആൻഡ് ഡി ബാർ ആണ് വേണ്ടത്, ഒന്നിലേക്ക് എ ബാർ ആൻഡ് സി ആണ്. അപ്പോൾ എ എന്നുള്ളൊരു വാരിയബിൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എ എന്നുള്ള വാരിയബിൾ നമുക്ക് വേണം. പിന്നെ ബി ഇല്ല ഇവിടെ, പിന്നെ സിയും ഡിയും ആണുള്ളത്. അപ്പോൾ നമ്മുടെ വാരിയബിളിൽ ആദ്യം എനെ ഇതിൽ എ ബാർ ആക്കാനുള്ളത് ഇവിടെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എ എന്നുള്ള ഇൻപുട്ടിനെ എന്ത് ചെയ്യുന്നു, എ ബാർ ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു നാൻഡ് ഗേറ്റിനെ നോട്ടാക്കി വർക്ക് ചെയ്യിച്ച് അതിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന എ ബാർ ആണ്, അത് ഇവിടെ ഇൻപുട്ടായിട്ട് കൊടുത്തു. ഓക്കെ, ഇനി ഇതിലെ അടുത്ത ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, ഇറ്റ് ഈസ് സി ആണ്, സി കൊടുത്തു. ഇനി ഇവിടുത്തെ ഒരു ഇൻപുട്ട് എ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു കണക്ഷൻ എടുക്കുന്നു, എയിൽ നിന്ന് ഒരു കണക്ഷൻ ഇവിടേക്ക് എടുത്ത് അത് നമ്മൾ ഇവിടേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? അത് എ എന്നുള്ള അവിടെ നിന്ന് നമ്മളൊരു കണക്ഷൻ എടുത്തിട്ട് നേരിട്ട് ഇവിടേക്ക് കണക്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഡി ആണ്, നമ്മളുടെ ഇൻപുട്ട് വാരിയബിള് ഡി ആണ്, അതിനെന്ത് ചെയ്യണം, ഡി ബാർ ആക്കണം. ഡി ബാർ ആക്കിയിട്ട് നമുക്ക് ഇവിടേക്ക് കണക്ട് ചെയ്യാം. ഇനി നമ്മൾ അതിൽ ആ അൺവാണ്ടഡ് ഗേറ്റ്സിനെ നമുക്ക് എറേസ് ചെയ്ത് കളയാം. അതേപോലെ ഇവിടെ നമുക്ക് ഓക്കെ, അപ്പം നമുക്ക് വരുന്നത് ഇത്ര മാത്രമായിരിക്കും. ഇതിൽ നിന്ന് വരുന്ന ഇവിടെ എത്തി എന്ന് വരുന്നത് ഇവിടേക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇതായിരിക്കും, നമുക്ക് എ ബാർ സി ഓർ എ ഡി ബാർ ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് വരുന്നത്.